വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബിരിയാണിയാണ്. എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മുട്ട ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് ഇപ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ഫുൾ സ്പൂണ് നെയ്യും. രണ്ട് മീഡിയം സൈസ് സവോള നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യണം ഇത്. നമ്മുടെ സവോള നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഉള്ള പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഉന്നിയനൊക്കെ നല്ല കറക്റ്റ് ഭാഗത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം. ഈ കുക്കറിലോട്ട് തന്നെ നമുക്കുണ്ടല്ലോ കുറച്ച് പിന്നെ പൊടിക്കാത്ത ഒക്കെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബേ ലീഫ്, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു ഫ്ലവർ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 1.5 പീസ് എടുത്തിട്ടുണ്ട്. ഒരു ഏലക്ക തീരെ ചെറുതാണ്, ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ജാതിപത്രി ഒരു ശകലം, പിന്നെ ഗ്രാമ്പൂ ഒരു 4 എണ്ണം. പിന്നെ നമ്മുടെ ഇതുണ്ട് ഷാഹി ജീര ഒരു 1/2 ടീസ്പൂൺ. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഇത് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് മൂപ്പിക്കാം. നല്ലതായിട്ട് ഒരു മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ മുട്ടയിൽ 4 മുട്ടയാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. മസാലയൊക്കെ ഈ മുട്ടയുടെ സൈഡിൽ കൂടി നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്തോട്ട് മസാലയൊക്കെ കയറുന്നത്. അപ്പോൾ ഞാൻ 4 മുട്ട ഇപ്പോൾ ഇതിനകത്തോട്ടിടാം. നമുക്കിതിനകത്തൊന്ന് ജസ്റ്റ് ഇനി ഒന്ന് ഇത് കറക്റ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റുവാണ്. ഇപ്പം നമ്മളെ മുട്ട എടുത്തതിന് ശേഷം ഇനി ബാക്കി ഒരു സവോള ഞാനിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മൊത്തം നമ്മളൊരു 3 സവോള എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു. ഇപ്പോൾ ഒരെണ്ണം ഈ റൈസിൻ്റെ മുട്ടയും മസാലയുടെ കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വളരെ കുറച്ച് കേട്ടോ, നമുക്ക് ഇച്ചിരി മതി. ഈ എഗ് ബിരിയാണി ആയതുകൊണ്ട് ഇതിനകത്ത് ഈ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒത്തിരി ഇടണ്ട. നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. മൊത്തത്തിൽ അതേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഒന്ന് മിക്സ് ചെയ്യാം. അതിൽ ഞാൻ നേരത്തെ 4 മുട്ടയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 മുട്ട ഞാനിതിനെ നേരെ പകുതിയാക്കുവാണ്. ഇത് വേറെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാൻ ഈ മസാലയിൽ ഇട്ട് അതിനെ എടുക്കുവാണ്. കാരണം നമുക്ക് ലാസ്റ്റ് ഇതിനൊന്ന് ഡെക്കറേഷൻ ടൈമിൽ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്.
അപ്പം നമ്മൾ ഈ മുട്ട ഇത് മാത്രമേ ഇത് ഞാനിപ്പോൾ മാറ്റി വെക്കുവാണ്. ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, 6 മുട്ട ഒന്നിച്ചങ്ങോട്ട് അത് തന്നെ പോലെ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 2 തക്കാളി, മീഡിയം സൈസുള്ള തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. ഇത് നമുക്ക് നല്ലപോലെ സോഫ്റ്റായി, തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കിത് വഴറ്റാം. ഇനി നമുക്കൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ്സിലാണ്. അപ്പോൾ നമുക്കിത് കുതിർത്തൊന്നും വെക്കണ്ട, ജസ്റ്റ് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളി നല്ലപോലെ മഷിയായിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി ഇടാം. ബിഗ് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഒരു ടീസ്പൂൺ കൂടി കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ആരെങ്കിലും ബിരിയാണി മസാലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുത്താലും മതിയാവും. അപ്പൊ നമുക്കിതിനെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇതെല്ലാം കൂടെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ മല്ലിയിലയാണ് കൂടുതലിടുന്നത്, കുറച്ച് പുതിനയില ഇടുന്നുണ്ട്. ഇപ്പൊ തീ ഏതൊക്കെയായാലും നല്ല കുറച്ചാ വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഞാനൊരു 3-4 ടീസ്പൂൺ തൈരും കൂടി ഒഴിക്കുന്നുണ്ട് അതിനകത്തോട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ഒത്തിരി ചൂടിലാണ് തൈര് ഒഴിക്കുന്നതെങ്കിൽ അത് പിരിഞ്ഞു പോകുമേ. അപ്പൊ അതുകൊണ്ട് ചൂട് കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് തൈര് ഒഴിക്കാനായിട്ട്. നമ്മൾ ഇനി ഇതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം ഈ റൈസിനെ. നാരങ്ങാനീരും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്ത് ഈ മുട്ട അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് സാഫ്രോൺ ആണ്, അത് നമ്മൾ പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് അതും കൂടി കൊടുക്കുകയാണ്. നമ്മൾ 1.5 ഗ്ലാസ്സാണ് ഞാൻ റൈസ് എടുത്തിരുന്നത്. ആ ഗ്ലാസിൻ്റെ 2.25 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഞാൻ അളന്നൊഴിച്ചേക്കുവാണ്. അതാണിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി ഇടും. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഒനിയനും കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിനെ 1 വിസിൽ വരുന്നവരെ വേവിക്കാം. കുക്കർ 1 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇതിന്റെ പ്രഷർ എല്ലാം തന്നെ പോയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു 10 മിനിറ്റും കൂടി. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിനെ എടുക്കാം. റൈസൊക്കെ കറക്റ്റായിട്ടാണ് വെന്തേക്കണത്. പിന്നെ നമ്മൾ കുക്കർ അടച്ചിട്ട് അപ്പം തന്നെ തുറക്കാതെ ഞാൻ വെയിറ്റ് ചെയ്ത് തുറക്കുവാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടലോ ഒന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനകത്ത് കറക്റ്റ് പാകത്തിന് ഉപ്പിട്ടോളൂ. പ്രഷർ കുക്കറിൽ നമ്മൾ ചെയ്തെടുത്ത നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള എഗ് ബിരിയാണി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.